ഹലോ ഗൈസ്, ഞാനിന്ന് വന്നേക്കണെന്ന് പറഞ്ഞാൽ ഗൈസ് പുതിയൊരു ടെക് വീഡിയോ ഇട്ടാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഹോണർ എന്ന് പറഞ്ഞ ഫോണില്ലേ ഗൈസ്, ഹോണറിന്റെ പുതിയൊരു കിടിലൻ ഫോൺ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ആ ഫോൺ ഇഷ്ടപ്പെട്ട് കാണാൻ, കാരണം കുറച്ച് അടിപൊളിയാണ് ആ ഫോൺ കാണാൻ. അപ്പൊ ആ ഫോൺ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ആ ഫോണിന്റെ പേര് ഗൈസ്, ആ ഫോണിന്റെ പേര് വേറൊന്നുമല്ല, ഹോണർ റോബോട്ട് ഫോൺ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കും എന്താ റോബോട്ട് ഫോൺ എന്നൊക്കെ ഗൈസ്. റോബോട്ട് ഫോൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം പൊക്കത്താണ്ടില്ലേ ഗൈസ്, ആ ഫോണിന്റെ പൊക്കത്താണ് ചെറിയൊരു റോബോട്ടുള്ള സാധനം കണ്ടില്ലേ, അതാണ് ഗൈസ് ഈ ഫോണിനെ ഹോണർ റോബോട്ട് ഫോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഫോൺ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇത് ഓഗസ്റ്റ് 12 ഈ ഫോൺ റിലീസ് ചെയ്യണത്. ഇനി എന്തോ 7 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഈ ഫോൺ റിലീസ് ആക്കോട്ടെ. അപ്പൊ ഈ ഫോണിന്റെ ബെസ്റ്റ് ഫീച്ചറിലോട്ടും റിവ്യൂലോട്ടും എല്ലാത്തിലോട്ടും നമുക്ക് പോവാം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഹോണർ റോബോട്ട് ഫോൺ. ഓക്കെ, ഫീച്ചറിലോട്ട് കടന്നാൽ ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 6.3 ഇഞ്ചിന്റെ LTPO OLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഭയങ്കര വലിയ ഡിസ്പ്ലേ ഒന്നും അല്ല, ഒരു നോർമൽ ചെറിയ രീതിയിലുള്ള ഡിസ്പ്ലേ. പക്ഷേ LTPO OLED ആണ്. അത് വളരെ നല്ലൊരു കാര്യം. നല്ല വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ പറ്റും ഗൈസ്. നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും ഗൈസ്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ആണ് എല്ലാ ഫോണുകളുള്ള പോലെ തന്നെ 120 ഹെർട്സ് ആണ് ഹോണർ റോബോട്ട് ഫോൺ വന്നേക്കുന്നത്. 120 ഹെർട്സ് ആണ് ഗൈസ് റിഫ്രഷ് റേറ്റ്. ഓക്കെ, പിന്നെ ഗൈസ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഹോണർ റോബോട്ട് ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 7000 mAh ഒരു ബാറ്ററിയാണ്. ഓക്കെ, 7000 mAh ഒരു ബാറ്ററിയാണ് ഗൈസ് വരുന്നത്. നല്ല കാര്യം തന്നെയാണ്, വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. അത് 7000 mAh ഉണ്ട്, നല്ലതാണ്. പിന്നെ ഗൈസ് ഈ ഫോണിന്റെ തന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഗൈസ്, ഈ ഫോണിന്റെ പ്രോസസ്സർ ഞാൻ മറന്നു എന്നാൽ ഞാൻ പറയാം. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സറാണ് ഗൈസ് ഈ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞത്. ഓക്കെ, ഹോണറിന്റെ റോബോട്ട് ഫോണിന്റെ തന്നെ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സർ. അടിപൊളി പ്രോസസ്സറാണ്. ആ പ്രോസസ്സർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നല്ല ബാക്കപ്പും നല്ല പവർഫുൾ ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ആ പ്രോസസ്സറാണ് ഈ ഫോണിൽ വെച്ചേക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു ഹോണർ. പിന്നെ ഗൈസ് ഈ ഫോണിൽ വന്നേക്കണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഗൈസ്? മാജിക് OS 10 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 16. അതാണ് ഈ ഫോണിൽ വന്നേക്കണ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ല മക്കളെ, സെറ്റ്. അതാണ് ഗൈസ് ഈ ഫോണിലെ സോഫ്റ്റ്വെയറും. അതും നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാം ഇപ്പൊ ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ വെച്ചാണ് ഉണ്ടാക്കണത്. ഇപ്പൊ എല്ലാ ഫോണുകളിലും സോഫ്റ്റ്വെയർ ആയാലും അത് നിങ്ങൾക്ക് അറിയാലോ ഗൈസ് എന്തായാലും. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ ക്യാമറയില്ലേ ഗൈസ്, ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ കിടിലാണ്. ഓക്കെ, നല്ല ക്ലാരിറ്റി ആയിട്ട് വീഡിയോസ് ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോണ് വരുന്നത്. ഓക്കെ, 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും പിന്നെ 50 MP അൾട്രാ വൈഡ് ലെൻസും പിന്നെ 200 MP പ്രൈമറി റെയർ ക്യാമറയാണ് ഈ ഫോൺ വരുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഗൈസ്. നല്ല രീതി തന്നെ എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി തന്നെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ആർക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റും ഗൈസ്. അതിന് അത്ര ഭംഗിയായിരിക്കും ഗൈസ്, പൊളപ്പൻ സാധനം. ഓക്കെ, പിന്നെ ഗൈസ് അടുത്ത വേറൊരു ദുഃഖകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. അതാണ് ചെറിയൊരു വിഷമമുള്ളത്. അതെന്താണെന്നറിയില്ല ഗൈസ്, എനിക്ക് എന്താണെന്നറിയില്ല, അത് വരാത്ത എന്താണെന്നറിയില്ല. പിന്നെ ഗൈസ് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ഐഡിയും ഈ ഫോണിലുള്ള ഉണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ക്യാമറ 2x സൂം ആണ് ഗൈസ്. ക്യാമറ 2x സൂം ചെയ്യാൻ പറ്റും, 2x സൂം ചെയ്യാൻ പറ്റും. അത് പറയാൻ പറഞ്ഞു, സോറി. ഓക്കെ, പിന്നെ ഗൈസ് പിന്നെ ഞാൻ ഇതിന് പറയണ്ട മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഗൈസ്. ഈ ഫോണിന്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 16 GB റാം. ഓക്കെ, 1 TB ആണ് ഈ ഫോണിന്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? അതും അടിപൊളി. ഓക്കെ, നല്ലൊരു കാര്യം തന്നെ ഗൈസ്. പിന്നെ ചാർജർ ഗൈസ്, ഈ ഫോണിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ 120 വാട്ടിന്റെ 120 വാട്ടിന്റെ എന്തായിരുന്നു, അയ്യോ ഗൈസ് ഞാൻ മറന്നുപോയില്ല, 120 വാട്ടിന്റെ ഇല്ലേ 120 വാട്ടിന്റെ എന്തായിരുന്നു, GAH 120 വാട്ടിന്റെ GAH ഫാസ്റ്റ് വയർഡ് ചാർജിങ് ആണ് ഗൈസ് ഈ ഫോണിൽ എന്ന് പറഞ്ഞാൽ. 120 വാട്ട്സിന്റെ GAH ഫാസ്റ്റ് വയർഡ് ചാർജിങ് ആണ് ഹോണർ റോബോട്ട് ഫോണിൽ വരുന്നത്. ഓക്കെ, അതും നല്ലൊരു കാര്യം തന്നെയാണ്. 120 വാട്ട്സിന്റെ വേഗം ചാർജ് ആയിക്കോളും, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് ആയിക്കോളും. അതും നല്ലൊരു കാര്യം തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ പൊക്കത റോബോട്ടിന്റെ പോലെ ഇരിക്കണ ഗൈസ്, അത് നല്ല കാര്യം. പിന്നെ അത് എപ്പോഴും പൊങ്ങിയിരിക്കില്ല, നിങ്ങൾക്ക് മടക്കി വെക്കാനൊക്കെ പറ്റൂട്ടോ ഗൈസ്. നിങ്ങൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റോബോട്ടിനെ മടക്കി വെക്കാനുള്ള ഓപ്ഷൻ അത് വെക്കാനൊക്കെ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾ ഫോണിൽ പോക്കറ്റ് ഇട്ടിട്ട് പോയാൽ മതി. അതൊക്കെ നല്ല കാര്യം തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഫോണിന്റെ മോഡൽ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട്. ക്യാമറ ആയാലും
പ്രൊസസർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്. ബാറ്ററി നല്ല തന്നെയാണ്, 7000 mAh ബാറ്ററി. പിന്നെ ഇത് 2 വാരിയന്റ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം 7000 mAh ബാറ്ററി, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് 6660 അങ്ങനെ എന്തോ mAh ആണ് അവർ കാണിക്കുന്നത്. ഓക്കെ, എന്തൊരു 7000 mAh ഉണ്ട്, അതേ ഉറപ്പ് വരാം ഗൈസ്. അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ. എന്തായാലും ഫോൺ അടിപൊളി ഫോൺ തന്നെയാണ്. ഇതിന്റെ പ്രൈസിലൂടെ ഞാൻ ഇറക്കാം ഗൈസ്. ഈ ഫോണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തായിരുന്നു 99, ഓക്കെ, 99,990 അതാണ് ഈ ഫോണിന്റെ പ്രൈസ് തന്നെ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു 10 രൂപയുടെ വ്യത്യാസം 1 ലക്ഷത്തിലോട്ട് ഗൈസ്. 1 ലക്ഷം രൂപയ്ക്ക് ഈ ഫോൺ ലാഭമാണെന്ന് വെച്ചാൽ ഞാൻ പറയും ലാഭമാണ് ഗൈസ്. കാരണം ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്, നല്ല ചോയ്സ്, എല്ലാം നല്ല ഗുണമുള്ള സംഭവങ്ങളുണ്ട്, നല്ല ഈ ഫോൺ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ചാർജർ ആയിക്കോട്ടെ, പിന്നെ റിഫ്രഷ് റേറ്റ് എല്ലാ ഫോണുകളും സെയിം പോലെ, പക്ഷെ ക്യാമറ ഒക്കെ നല്ല ക്വാളിറ്റി ക്യാമറ തന്നെയാണ് ഗൈസ് കമ്പനി കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ കുറെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഫോണിൽ, അതൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ഇപ്പൊ മിക്ക ഫോണിലും 3.5mm ഹെഡ്ഫോൺ ജാക്ക് വന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അറിയണ ഒരു കമന്റ് ഗൈസ്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ട്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്, വാങ്ങേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ ഓഗസ്റ്റ് 12 ഇറങ്ങും, നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഫോൺ അവിടെ നമ്മുടെ ഷോറൂമിലൊക്കെ ഉണ്ടാവില്ല, ഓരോ ഷോപ്പുകൾ ഉണ്ടാവില്ല ലോഞ്ച് ചെയ്യണ ദിവസം. അപ്പൊ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. അതിലും അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റിൽ കൂടി എന്നെ അറിയിക്കണം. അപ്പൊ നിങ്ങൾ അറിയിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമായിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ അറിയിച്ചോളാം. ഓക്കെ, സത്യസന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും.